എൻസൈക്ലോബിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷൻ ആനുകൂല്യത്തിന്റെ വിതരണത്തിനാണ് നവംബർ 20-ാം തീയതി തുടക്കം കുറിക്കുന്നത്. അതായത് ഈ വ്യാഴാഴ്ച മുതലാണ് നമ്മൾ കാത്തിരുന്ന വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവും ചേർത്ത് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് 3600 രൂപയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക ക്രെഡിറ്റ് ആകുന്നതാണ്. 2 ഘട്ടമായിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ആവുന്നത്. 2000, 1600 എന്നിങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ പ്രാവശ്യമൊക്കെ പെൻഷൻ അപ്രൂവൽ ആയവരുണ്ട്. അതായത് 2025 മുൻപുള്ള കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡുവായിട്ടുള്ള 2000 മാസം, അതായത് ഈ മാസത്തെ വിഹിതം മാത്രമായിരിക്കും ലഭിക്കുന്നത്. പക്ഷെ മുൻപ് തൊട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും 3600 രൂപയോളം ലഭിക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, അതായത് കൃത്യമായിട്ട് 1800 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക ഒക്ടോബർ മാസം 31-ാം തീയതി തന്നെ ധനകാര്യ വകുപ്പ് അറിയിച്ചുകൊണ്ട് ഉത്തരവുകളും ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20-ാം തീയതിയും അതിനടുത്ത ദിവസങ്ങളിലും തന്നെ വിതരണം നടത്തുന്നതാണ്. അത് പൂർണ്ണ തോതിൽ തന്നെ നടക്കുവാനാണ് സാധ്യതയുള്ളത്. ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും, ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ വഴി വീടുകളിലെത്തി ഈ ഒരു തുക കൈമാറുന്നതാണ്. കൃത്യമായിട്ട് ആനുകൂല്യം എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുന്നതാണ്. 63 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു പ്രത്യേക ധനസഹായം അനുവദിക്കുന്നത്. മുൻപെല്ലാം തന്നെ 900 കോടി രൂപയോളമാണ് പ്രതിമാസം ലഭിക്കുന്നത്. സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചു കൊണ്ടിരുന്നത് ഇത്തരത്തിലാണ്. എന്നാൽ ഈ ഒരു പ്രാവശ്യം അതല്ല സാഹചര്യം. ഇനി എല്ലാ മാസങ്ങളിലും, അതായത് 1600-ൽ നിന്ന് 400 രൂപയുടെ വർധനവ് ഓരോ വ്യക്തിക്കും നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1050 കോടിയിലേക്ക് ഇനി പ്രതിമാസം തന്നെ സഹായം സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇത് തടസ്സമില്ലാതെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നും, എന്നാൽ നിലവിൽ പാലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നങ്ങോട്ട് നമുക്ക് ഡിസംബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി, ഫെബ്രുവരി എല്ലാ മാസങ്ങളിലും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത്. ഈ പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു ക്രമീകരണവും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.